ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാം, നിങ്ങൾ തമ്മിലും കണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ഇത്ര കാലം ഇപ്പം നമ്മുടെ സാംസങ്ങിൻ്റെ അൾട്രാ ഡിവൈസ് ആയിരുന്നു, S23 അൾട്ര ആയിരുന്നു നമ്മളിപ്പോൾ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ സെക്കൻഡറി ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ Vivo X200 Pro ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സാധനം നമ്മുടെ സെക്കൻഡറി ഡിവൈസിൽ നിന്ന് പ്രൈമറി ഡിവൈസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതായാലും കമ്പയർ ചെയ്യുമ്പോൾ സ്പെക്സ് വൈസ് ആയിക്കോട്ടെ, ക്യാമറ പെർഫോമൻസ് ആയിക്കോട്ടെ, X200 Pro തന്നെയാണ് കിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാം, ഇതുവരായിട്ട് ഇതിൽ മാത്രമല്ല, ക്യാമറ കിങ് എന്ന് പറയാനുള്ള ഇപ്പോൾ ഈ സാധനത്തിൽ പ്രത്യേകിച്ച് ഈ സാധനത്തിന് തന്നെയാണ്, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയിൽ. ഇതിൽ നമുക്ക് പക്ഷേ അതൊരു ബിസിനസ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അൾട്രാ സീരീസുകളൊക്കെ പ്രത്യേകിച്ച് പെന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട്. പിന്നെ നമുക്കിതിൽ സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി, നോക്സ് സെക്യൂരിറ്റി ഉണ്ട്, അതൊരു കിടിലൻ സാധനം തന്നെയാണ്. അതൊക്കെ മെയിൻ കാരണമാണ് ഞാനിത് ഇത്രയും കാലം പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിലും അത്യാവശ്യം കുറച്ച് സേഫ്റ്റി ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും സാംസങ്ങിൻ്റെ നോക്സിൻ്റെ അത്ര സെക്യൂരിറ്റി ഇതിനില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ക്യാമറ വൈസ് ആയിക്കോട്ടെ, പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, ആപ്പ് വൈസ് ആയിക്കോട്ടെ, ബാറ്ററി ബാക്കപ്പ് ആയിക്കോട്ടെ, അതെല്ലാത്തിലും ഈ സാധനം തന്നെയാണ് സുപ്പീരിയർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറേ പേര് നമ്മൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ കിട്ടപ്പോൾ കുറേ പേര് ചോദിച്ചത്, എന്താ ഇത് സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നത്, പ്രൈമറി ആയിട്ട് ഉപയോഗിച്ചുകൂടെ? ഞാൻ എൻ്റെ S23 വിറ്റിട്ട് ഇത് പ്രൈമറി ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനം പ്രൈമറി ആക്കി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലൻ സാധനം തന്നെയാണ്, അത് വേറെ കാര്യം. നമുക്കിതിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, കിടിലൻ ഡിസ്പ്ലേ ആണ്, കിടിലൻ ക്യാമറയാണ്, പിന്നെന്താണ് കിടിലൻ പെർഫോമൻസ് ആണ്. ഇപ്പോൾ 16 GB 512 GB സ്പെക്സ് കിട്ടുന്നുണ്ട്. വേറെ എന്താ വേണ്ടത് നമുക്കതിൽ? അതിൻ്റെ S23 ആണെങ്കിൽ അതിലിപ്പോൾ 12 GB 256 GB ഉള്ളൂ. മെമ്മറി നമുക്ക് ഓൾമോസ്റ്റ് ഡബിൾ കിട്ടുന്നുണ്ടല്ലോ, റോം. പിന്നെന്താ ക്യാമറ, അത് ഓൾറെഡി പറഞ്ഞുകൊണ്ട്. പിന്നെ വൈഫൈ നെറ്റ്വർക്ക് എല്ലാം സൂപ്പറാണ്. പിന്നെ കിടിലൻ ലാഗ് ഫ്രീ സാധനങ്ങൾ, റെഗുലറായിട്ട് അപ്ഡേറ്റ്സുകൾ. ഇതിൽ ചെറുതായിട്ട് ഈ നോട്ടിഫിക്കേഷനും ആഡല്ല എന്ന് പറയാം, പക്ഷേ ഈ ഇവരെ കുറേ ആപ്പ് ഉണ്ടല്ലോ, ഈ എന്താ പറയുക, വിവോ ക്ലൗഡ്, വിവോ ആപ്പ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സാധനം ഉണ്ട്. അതിലൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അതൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണ്. അത് മാത്രമേ കുറച്ച് ഇഷ്യൂസ് ഉള്ളൂ. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ക്ലീൻ UI പോലെ ആയിട്ടുണ്ട്. പിന്നെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ലേറ്റസ്റ്റ് Android 16 വരുമ്പോൾ ഇവർ കുറേ കൂടി സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ആക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കറക്റ്റാണെന്ന് അറിയില്ല. ഇപ്പം തന്നെ ഇവർ ഇതിൽ കുറേ റെഗുലറായിട്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇത് തന്നെ Pixel 9 ആണ്. അപ്പോൾ ഈ Pixel 9 നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു മിനിറ്റ്, ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ പോലെയാണ്. ഇതിൽ നമുക്ക് ആ വൈറ്റ് കളർ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ഇതിലെ ആപ്പ് ഡ്രോയർ ആയിക്കോട്ടെ, ആപ്പ് ഐക്കൺസ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ഇവരുടെ എന്താ പറയുക, ഈ സാധനം എന്താണ്, ഡയലർ ആയിക്കോട്ടെ, ഇതൊക്കെ കുറേയൊക്കെ ഒരു സ്റ്റോക്ക് അതിനോട് നിർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്സിജൻ വോയിസ് ഇല്ലേ, അതിൻ്റെ പോലെ ഒറിജിനൽ ഓക്സിജൻ വോയിസ് അതുപോലെയൊക്കെ ആവുമെന്ന് പറയുന്നുണ്ട് വിവോ X സീരീസിൽ, അതായത് X200 X300 വരാൻ പോകുന്നതിലൊക്കെ അതുപോലെ ആവുമെന്നൊക്കെ ഞാനിപ്പോൾ ഒരു റൂമർ കേട്ടു. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നല്ലതാണെന്ന് വെച്ചാൽ ഈ X സീരീസിൽ ആകെ, അല്ലെങ്കിൽ വിവോയിലൊക്കെ ആകെ ഒരു മെയിൻ പ്രോബ്ലമാണ് ഈ ഫൺ ടച്ച് വോയിസ് എന്ന സാധനം. ഓക്സിജൻ വോയിസ് ഒക്കെ ഭയങ്കര ബെറ്ററാണ്. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് മോശം എന്നല്ല പറയണത്, നമ്മുടെ ഹൈപ്പർ വോയിസൊക്കെ ഭയങ്കര ബെറ്ററാണ്. പക്ഷേ എന്നാലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയി കഴിഞ്ഞാൽ, ഭയങ്കര ഒരു ക്ലീൻ UI ആയി കഴിഞ്ഞാൽ അതൊരു വൻ തംസ് അപ്പ് തന്നെയാണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. എന്താ അറ്റ്ലീസ്റ്റ് X സീരീസ് എങ്കിലും അങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് മാറ്റിയിട്ടുള്ളൂ. ഞാനൊരു ദിവസം മുമ്പാണ് ഈ സാധനം പ്രൈമറി ഡിവൈസ് ആയിട്ട് മാറ്റിക്കുന്നത്. എൻ്റെ എന്താ പറയുക, മെയിൻ സിമ്മൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെക്കൻഡറി സിം ഞാനിപ്പോൾ എൻ്റെ S23 അൾട്രയിലേക്ക് ഇട്ടു. എൻ്റെ S23 അൾട്ര പഴയതൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ S24 അൾട്ര എടുത്തേനെ. എന്ന് വെച്ചാൽ ഇത് ആകെ 7 മാസം ആയിട്ടുള്ളൂ. അതുമ്പോൾ എനിക്ക് 1 year എക്സ്ട്രാ വാറണ്ടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ S24 അൾട്രയായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് S25 അൾട്ര എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ S26 അൾട്ര വരട്ടെ. അതിലെ Exynos പ്രൊസസ്സറാന്നൊക്കെ പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കിടിലൻ Exynos പ്രൊസസ്സർ ഇറങ്ങിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇറങ്ങുന്ന എല്ലാവരും ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സറിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു പ്രൊസസ്സറൊക്കെ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് Exynosൻ്റെ. അപ്പോൾ അത് പക്ഷേ എനിക്കത് ഇഷ്യൂ അല്ല. Exynos ചെറുതായിട്ട് ഹീറ്റ്, ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ S24 വരുന്ന Exynos തന്നെ അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ഇതിൻ്റെ Exynosൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഹീറ്റിംഗ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് മെയിൻ ഇഷ്യൂ വരുന്നത്. അതൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പോട്ടെ. പക്ഷേ സ്പെക്സ് വൈസും ക്യാമറ വൈസും എന്ന് വെച്ചാൽ S23 S24 S25 അൾട്രയിലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള എന്താ പറയുക, ക്യാമറ സെൻസർ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അവർ ജസ്റ്റ് സോഫ്റ്റ്വെയർ വെച്ച് കളിക്കുകയാണ്. പിന്നെ ചില്ലറ പ്രൊസസ്സർ എന്തായാലും എടുത്ത് മാറ്റും, അത് വേറെ കാര്യം. അതല്ലാണ്ട് ചുമ്മാ ഒന്നാമത് എനിക്ക് S25 അൾട്ര തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഡിസൈൻ A25 സീരീസിലത്തെ ഫോൺ വലുതാക്കി വെച്ച പോലെ ഉണ്ട്. പിന്നെ ഉള്ള ബ്ലൂടൂത്തിലുള്ള ഫീച്ചേഴ്സ്
നമ്മുടെ S-Penൽ അതൊക്കെ എടുത്ത് കളഞ്ഞു. അതൊക്കെ അത്യാവശ്യം നല്ല ഞാൻ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്യാത്തത്. എന്ന് വെച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല, വെറുതെ കാശ് കൊടുത്ത് കാശ് കളയേണ്ട ആവശ്യമില്ലല്ലോ, കാണാൻ പോലും ഡിഫറൻസ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. ഇതിലെനിക്ക് ശരിക്കും S-23 Ultra എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം വെച്ചാൽ അതിൻ്റെ കർവാണ്. എനിക്ക് കർവ് സ്ക്രീൻ ഇഷ്ടമല്ല, പോകുമ്പോൾ മതി ഈ സാധനം. ഇതിൻ്റെ പിന്നെ അങ്ങനെ ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇത് മൈക്രോ കർവ്, ഓൾ സൈഡ് മൈക്രോ കർവ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല. ഇതിലാവുമ്പോൾ നമ്മൾ കേസ് ഇട്ടാലും നമ്മളെ നല്ല സ്പീക്കറിൻ്റെ ഒക്കെ കേസ് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം സ്ക്രീൻ ഗാർഡൊന്നും കറിയിരിക്കും. ഈ കർവ് സ്ക്രീനിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം ഇങ്ങനെയുള്ള പൊലിവാല് ഞാൻ ഇത് ഓഫ്ലൈൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് എത്ര പ്രാവശ്യം അതിന് ലെഫ്റ്റ് ആൻഡ് ഫ്രീ വാറണ്ടി ഉണ്ട്. ഞാൻ എൻ്റെ കടയുടെ പേര് മറന്നുപോയി. അപ്പോൾ അത് ഓഫ്ലൈൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ലെഫ്റ്റ് ആൻഡ് ഫ്രീ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഇപ്പോൾ ഇളകി വന്നാൽ മാറ്റി തരും. പക്ഷേ 99 രൂപ സംതിങ് കൊടുക്കണം കേട്ടോ. എന്നാലും പക്ഷേ ഈ സാധനം നല്ല കേസ് കിട്ടുക അപ്പോൾ പൊളിഞ്ഞ് വരും. അത് ഭയങ്കര ശല്യമായി കർവ് സ്ക്രീനിൽ. പിന്നെ വീട് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതൊക്കെയാണ് കർവ് സ്ക്രീനിൻ്റെ കുഴപ്പം. പിന്നെ പിടിക്കുമ്പോൾ കയ്യിൽ എന്താ പറയുക ആക്സിഡൻ്റൽ ടച്ച് വരും, അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ S-24 Ultraയിലേക്ക് മാറിയാണ്. പക്ഷേ ഒരു ഡിഫറൻസും ഇല്ല, നഷ്ടമാണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ സാധനത്തിന് 40,000 രൂപയ്ക്ക് കിട്ടുള്ളൂ. അതിനാകുമ്പോൾ നമുക്കിപ്പോൾ ആമസോണിലൊക്കെ 84 രൂപയാണല്ലോ, എന്നാലും 40,000 രൂപ കയ്യിലിട്ട് കൊടുക്കണം. അപ്പോൾ വൻ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്ത, അപ്ഗ്രേഡ് ചെയ്യാത്ത. അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെയ്യാത്തത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഞങ്ങൾക്കറിയാം, ഞാൻ കുറേ ഫോണുകൾ ഇതുപോലെ എടുക്കാറുണ്ട്, നമ്മൾ സെൽ ഔട്ട് ചെയ്യാറുണ്ട്. ഇത് അങ്ങനെ ഞാൻ എടുത്തൊരു സാധനം തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ സെക്കൻഡറി ഫോണായിട്ട് മാറി, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈമറി ഫോണായിട്ട് മാറി. ഇത് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ബെസ്റ്റ് ഫോൺ അണ്ടർ 90,000 എന്ന് പറയുകയാണെങ്കിൽ ഈ സാധനത്തിനെ സുഖമായിട്ട് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. അപ്ഡേറ്റ്സും സർവീസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി 3ാമത്തെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടുണ്ടെന്ന് വിവോൻ്റെ, അത് കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗുഡ് പാക്കേജ് എന്ന് പറയുമ്പോൾ തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ X200 Pro അല്ലെങ്കിൽ X200 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എത്ര ആൾക്കാരുണ്ട് നോക്കട്ടെ. എന്ന് വെച്ചാൽ ഞാനിത് ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് എടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് ഓഫ്ലൈനിൽ അധികം സെല്ലൊന്നും ആവണില്ല. പോരാത്തിന് കുറേ ഓഫ്ലൈൻ ഷോപ്പിലൊന്നും അവർക്ക് സ്റ്റോക്കും ഇല്ല. പക്ഷേ ഓൺലൈനിൽ ആമസോണിലൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എത്ര ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നോക്കട്ടെ നമ്മുടെ റിവ്യൂവേഴ്സിൽ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാം ചാനൽ മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.